ഖുർആനില് അല്ലാഹു നന്ദിയുള്ള അടിമയെന്ന് അല്ലാഹു എടുത്തു പറഞ്ഞ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. അല്ലാഹുവേ, നൂഹ് നബിയുടെ ചരിത്രം നോക്കിയാൽ അറിയാം. അല്ലാഹു സുബ്ഹാനഹു വ തആല നൂഹ് നബിയുടെ ചരിത്രം പറയുമ്പോ അല്ലാഹു നൂഹ് നബിയെ കുറിച്ച് പറഞ്ഞത് എന്തെന്നറിയുമോ? അല്ലാഹു പറയുകയാ, നൂഹ് നബിയെ കുറിച്ച് പറയുമ്പോ അല്ലാഹു പറയുകയാണ്, ആ നൂഹ് നബി അലൈഹിസ്സലാം അല്ലാഹുവിന് ശുക്ർ ചെയ്യുന്ന ഒരു പ്രവാചകനാ, അല്ലാഹുവിനോട് നന്ദിയുള്ള ഒരു അടിമയാണെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആനിൽ പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് നൂഹ് നബി. അതിന്റെ കാരണം എന്തെന്നറിയുമോ? നൂഹ് നബി അലൈഹിസ്സലാം ഒരു വസ്ത്രം ധരിച്ചാൽ, ഒരു ഭക്ഷണം കഴിക്കാനെടുത്ത നൂഹ് നബി പറയും അൽഹംദുലില്ലാ. അല്ലാഹു വിശുദ്ധമായ ഖുർആനിൽ നന്ദിയുള്ള അടിമയെന്ന് പരിചയപ്പെടുത്തിയ ഒരു പ്രവാചകനാണ് മഹാനായ നൂഹ് നബി അലൈഹിസ്സലാം. ആ നൂഹ് നബിയുടെ പ്രത്യേകത എന്താ? നൂഹ് നബി അലൈഹിസ്സലാം എന്ത് കാര്യം ചെയ്യുമ്പോഴും പറയും അൽഹംദുലില്ലാ. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കെ പറഞ്ഞ ഈമാൻ നൽകുമാറാകട്ടെ. സുഖമാണോ? പോയി, ഇപ്പോഴേ പോയി. ഞാൻ ഇതാ പറഞ്ഞേ, പോയി. അല്ലാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. സുഖമാണോ എന്ന് ചോദിക്കുമ്പോ എന്താ പറയണ്ടേ? എന്താ പറയണ്ടേ? നീ എന്തിനാ വാതുറന്ന് കാണിച്ച്? നമ്മുടെ പിശുക്കത്തരവൻ. നമ്മൾ ഇത്ര നന്ദിയുള്ളവരാ, നമ്മുടെ നന്ദി ഇത്രയൊക്കെ ഉള്ളൂ. ഇവിടെ ഒരാൾ സുഖമാണോ എന്ന് ചോദിച്ചാ പറയേണ്ട മറുപടി അൽഹംദുലില്ലാ. ഇതാര് പഠിപ്പിച്ചതാ? മഹാനായ നബിയിന റസൂലുള്ളാഹി, മഹാനായ നബിയിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഒരിക്കൽ പള്ളിയിൽ ഇരിക്കുമ്പോൾ ഒരു സഹാബി കയറി വന്നു. നബി തങ്ങൾ ചോദിച്ചു, യാ ഫുലാൻ, ചങ്ങാതി നിനക്ക് സുഖമാണോ? അൽഹംദുലില്ലാ ഖൈർ, അൽഹംദുലില്ലാ എനിക്ക് സുഖമാണ് നബിയെ. ആ ഒരു മറുപടി കേട്ടപ്പോ നബി തങ്ങൾ പറഞ്ഞു, അല്ലാഹു നിനക്ക് ബർക്കത്ത് ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തു. എന്നാ പുറകിൽ വേറൊരാൾ വന്നു, രണ്ടാമതൊരു സഹാബി വന്നു. ആ സഹാബിയോടും ചോദിച്ചു, നിനക്ക് സുഖമാണോ? നിങ്ങൾ പറഞ്ഞതുപോലെ എന്തോ പറഞ്ഞതോ, സുഖമാണ് നബിയെ, റാഹത്താണ് നബിയെ. നബി തങ്ങൾ ചിരിച്ചു, ഒന്നും മിണ്ടിയില്ല. അപ്പൊ ഈ സഹാബി തന്നെ ചോദിച്ചു, എനിക്ക് ദുആ ഇല്ലേ? എനിക്ക് ദുആ ഇല്ലേ? നീ ഒരു അൽഹംദുലില്ലാ പറഞ്ഞിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു എന്ന് നബിയിന റസൂലുള്ളാഹി, നബിയിന റസൂലുള്ളാഹി അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. ഇനി പറ, സുഖമാണോ? സുഖമാണോ? ജീവിതമൊക്കെ റാഹത്താണോ? ആരോഗ്യമൊക്കെ ഉണ്ടോ? കുടുംബജീവിതമൊക്കെ എങ്ങനെ പോകുന്നുണ്ട്? എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? എല്ലാവരുടെ കയ്യിൽ പൈസയൊക്കെ ഉണ്ടോ? എനിക്ക് അതിനുള്ള മറുപടിയാ കേൾക്കേണ്ട. പൈസയൊക്കെ ഉണ്ടോ? അവിടെ വന്നപ്പോ എന്താ പതുങ്ങിയേ? ഇല്ലേ, കള്ളം പറയരുത്. അൽഹംദുലില്ലാ പറ, അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എടോ, അൽഹംദുലില്ലാ പറയണം, അത് പറഞ്ഞു പഠിക്കണം. ഏത് കാര്യം പറയുമ്പോഴും അൽഹംദുലില്ലാ പറഞ്ഞു പഠിക്കണം. അത് ദുഃഖമാകട്ടെ, സന്തോഷമാകട്ടെ, എന്തുമാകട്ടെ. നമുക്കൊരു ദുഃഖം ഉണ്ടാകുമ്പോഴെന്തു പറയണം? ഒരു ദുഃഖമുണ്ടായ എന്തു പറയണം? ഇവിടെ സ്വന്തം മകന്റെ മയ്യത്ത്, സ്വന്തം മകന്റെ റൂഹ് പിടിച്ചിട്ട് മലക്കുകൾ തിരിച്ചു പോകുമ്പോ അള്ളാഹു തന്റെ അടിമയോട് ചോദിക്കും, മലക്കുകളോട് ചോദിക്കും, എന്റെ ദാസൻ എന്തു പറഞ്ഞെന്ന്, എന്റെ ദാസൻ എന്തു പറഞ്ഞു? അള്ളാഹ് ആ ചങ്ങാതി അപ്പോഴും പറയുന്നത് ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അള്ളാഹു പറയുമത്രേ, നീ സ്വർഗത്തിലൊരു വീട് പണിയാൻ, സ്വർഗത്തിലൊരു വീട് പണിയാൻ, എന്നിട്ട് അതിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്ന് എഴുതി വെക്കണം. ആർക്ക്? അവനുള്ള വീട്. ഇതാണ് അൽഹംദുലില്ലയുടെ പ്രതിഫലം. എടോ, ഏത് സമയത്തും ഏത് പ്രയാസത്തിലും അത് പറയാൻ പഠിക്കണം. എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകളുടെ ഒരു കാലിലെ ഒരു വിരലിന് വല്ലാത്ത വേദന. അപ്പൊ ഉർവതങ്ങള് വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഇത് പഴുക്കാൻ പോകുന്നുണ്ട്, കാല് ചെറുതായിട്ട് പഴുക്കുന്നുണ്ട് വിരല്, ഈ വിരലങ്ങ് മുറിച്ചു മാറ്റണം, ഇല്ലെങ്കിൽ ഈ പഴുപ്പ് മുകളിലേക്ക് കയറും, വലിയ പ്രയാസമാണ്. ഉർവ റളിയല്ലാഹു തആല അൻഹു വലിയ പരിഗണനയൊന്നും കൊടുത്തില്ല, ഇങ്ങനെ കൊണ്ട് നടന്നു. കുറച്ചു കഴിഞ്ഞപ്പോ കാലിന് വേദന കൂടാൻ തുടങ്ങി. വീണ്ടും വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഞങ്ങൾ അന്നേ പറഞ്ഞതാ വിരല് മുറിക്കണമെന്ന്, ഇപ്പൊ പഴുപ്പ് പടർന്നു തുടങ്ങി, ഇപ്പൊ ബുദ്ധിമുട്ട, കാൽപ്പത്തി തന്നെ മുറിച്ചു മാറ്റണം. ഉർവ റളിയല്ലാഹു തആല അൻഹു തയ്യാറായില്ല. പിന്നെയും കുറച്ചു നാൾ കഴിഞ്ഞപ്പോ വേദന കൂടി. അപ്പൊ വൈദ്യന്മാരെ കാണിച്ചപ്പോ പറഞ്ഞു, തങ്ങളെ ഇനി കാലിന്റെ മുകളിൽ വെച്ച് മുറിക്കണം, ഇനിയെങ്കിലും ഞങ്ങൾ പറയുന്നതൊന്ന് കേൾക്ക്.
അവസാനം ഉർവ റളിയല്ലാഹു തആല കാല് മുറിക്കാൻ സമ്മതിച്ചു. വൈദ്യന്മാര് കാല് മുറിക്കാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ നടത്തിയിട്ട് തങ്ങളുടെ അടുത്ത് വന്നു. എന്നിട്ട് തങ്ങളുടെ കയ്യിൽ ഒരു ലഹരി പദാർത്ഥം കള്ളം കാണ്ട് കൊണ്ടുവന്ന് കൊടുത്തിട്ട് പറഞ്ഞു, തങ്ങളെ ഇത് കുടിക്ക്. മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ ഇത് കുടിക്കണത്? തങ്ങളെ കാല് മുറിക്കുമ്പോ വേദന അറിയാതിരിക്കാൻ ഇത് ഇത്തിരി കുടിക്ക്. ഉർവ റളിയല്ലാഹു തആല പറഞ്ഞു, കള്ളിലൊരു ശിഫയുമില്ല, ഞാൻ കുടിക്കില്ല. എന്തു വന്നാലും ഞാൻ കുടിക്കില്ല. അപ്പൊ വൈദ്യന്മാര് പറഞ്ഞു, പിന്നെ എങ്ങനെ കാല് മുറിക്കും? ഇന്നത്തെ പോലെ അനസ്തേഷ്യയോ അല്ലെങ്കിൽ മരവിപ്പിക്കലൊന്നും ഇല്ലല്ലോ. പിന്നെ എങ്ങനെ ഈ കാല് മുറിക്കുന്നത്? ഇത് പിന്നെ എങ്ങനെ ഈ വേദന സഹിക്കുക? അങ്ങനെ വൈദ്യന്മാര് വല്ലാത്ത പ്രയാസം പറഞ്ഞപ്പോ ഉർവ റളിയല്ലാഹു തആല ചോദിച്ചു, നിങ്ങൾക്ക് കാല് മുറിച്ചാ പോരെ? നിങ്ങൾക്ക് എന്റെ കാല് മുറിച്ചാ പോരെ? എങ്കിൽ ഞാൻ ഉളുവെടുത്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കാം. ഞാൻ നിസ്കാരത്തിന്റെ അകത്തേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുമെങ്കിൽ നോക്ക് മുറിച്ചേക്കാൻ. അങ്ങനെ ഉർവ റളിയല്ലാഹു തആല ഉളുവെടുത്തിട്ട് നിസ്കരിക്കാൻ കയറി കൈകെട്ടി. എന്റെ പ്രിയപ്പെട്ടവരെ, ഫാത്തിഹ ഓതി മഹാനായ ഉർവ റളിയല്ലാഹു തആല നിസ്കാരം തുടങ്ങി. എന്റെ പ്രിയപ്പെട്ടവരെ, സൂറത്തുൽ മുസമ്മിലാണ് പാരായണം ചെയ്യുന്നത്. യാ അയ്യുഹൽ മുസമ്മിൽ ഖുമിൽ ലൈല ഇല്ലാ ഖലീലാ നിസ്ഫഹു അവ ഇൻഖുസ് മിൻഹു ഖലീലാ. നിസ്കാരത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞപ്പോ ഉർവതങ്ങൾ പറഞ്ഞതുപോലെ വൈദ്യന്മാരവിടത്തെ കാലങ്ങ് മുറിച്ചു മാറ്റിയടോ, അവിടത്തെ കാല് വെട്ടി മുറിച്ചു മാറ്റിയടോ. കഥയല്ല പറയുന്നത്, ചരിത്രമാ സഹോദരാ. ഉർവതങ്ങളുടെ ചരിത്രം ആർക്ക് വേണമെങ്കിലും വായിച്ചു നോക്കാം. നിസ്കരിച്ചു കൊണ്ടിരുന്ന ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഒരു കാലുണ്ടല്ലോ, അവിടത്തെ കാൽപ്പത്തി മുറിച്ചു മാറ്റി. മഹാനവറുകൾ അറിയുന്നില്ല, നിസ്കാരത്തിലാണ്. പടച്ചവനെ, പച്ചയായ ഒരു മനുഷ്യന്റെ കാല് വെട്ടി മുറിച്ചിട്ടറിഞ്ഞില്ല. ഉർവതങ്ങളെ നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. കാലിൽ നിന്ന് രക്തമൊഴുകുകയാണ്. എന്തൊക്കെ ചെയ്തിട്ടും ബ്ലഡ് നിൽക്കുന്നില്ല. എന്ത് ചെയ്തെന്നറിയുമോ? ഓടിച്ചെന്ന് സൈത്തെണ്ണ കൊണ്ടുവരികയാണ്, തിളപ്പിക്കുകയാ. പെട്ടെന്ന് ബ്ലഡ് നിൽക്കാൻ അവര് ചെയ്യുന്നത് സൈത്തെണ്ണ തിളപ്പിച്ചിട്ട് മുക്കലാണ്. സുബ്ഹാനല്ലാഹ്. ഉർവ റളിയല്ലാഹു തആല അൻഹുവിന്റെ കാലില് ആ തിളപ്പിച്ച എണ്ണ കൊണ്ടുവന്നിട്ട് ആ മുറിച്ച കാലിലേക്ക് മുക്കുകയാ. തിളച്ച എണ്ണയിൽ മുക്കിയിട്ട് ഉർവ റളിയല്ലാഹു തആല അൻഹു അറിയുന്നില്ല. പടച്ചവനെ, അറിയുന്നില്ല ചെറുപ്പക്കാരാ. ഉർവതങ്ങൾ ഓതുന്ന ആയത്തേതെന്നറിയോ? ആ തിളച്ച എണ്ണ മുക്കുമ്പോ ഉർവ റളിയല്ലാഹു തആല അൻഹു ഓതുന്ന ആയത്തേതാ? ഇന്നലദൈനാ അൻകാലം വജഹീമാ, ഇന്നലദൈനാ അൻകാലം വജഹീമാ. നരകത്തിന്റെ ആയത്തിങ്ങനെ ആവർത്തിക്കുകയാണ്. അറിഞ്ഞില്ല സഹോദരാ. അവസാനം അവിടുന്ന് തളർന്നു വീണു. പടച്ചവനെ, വൈദ്യന്മാര് മുഴുവനും ഒരുമിച്ചു കൂടി ഉർവതങ്ങളോട് ആരാ പറയുന്നത്? കാല് മുറിച്ചു മാറ്റിയ ദുർവതങ്ങൾ അറിഞ്ഞിട്ടില്ല. ബോധം വരുമ്പോ പറയുന്നത് എങ്ങനാണ്? അവർക്ക് വലിയ സങ്കടമായി. വൈദ്യന്മാര് ഒരുമിച്ച് നിൽക്കുമ്പോ ഒരു മനുഷ്യനോടി വരികയാണ്. എവിടെ ഉർവതങ്ങൾ? എവിടെ ഉർവതങ്ങൾ? ഓടി വന്നവർ ചോദിക്കുന്നു, എന്ത് പറ്റിയെന്ന്. അവിടെന്ന് പറയുന്ന ഉർവതങ്ങളുടെ ഏറ്റവും ചെറിയ മകനുണ്ടല്ലോ, ഒട്ടകത്തിന്റെ ചവിട്ട് കൊണ്ട് മരണപ്പെട്ടു പോയി. അല്ലാഹുവേ, ഒരു കാല് മുറിച്ച് കിടക്കുന്ന മനുഷ്യനാണ്. ആ മനുഷ്യനോട് നിങ്ങളുടെ മകൻ മരിച്ചുപോയെന്ന് എങ്ങനെ പറയാനാണ്? 2 ദുഃഖകരമായ വാർത്തയാണ് വന്നിരിക്കുന്നത്. അവസാനം ഉർവ റളിയല്ലാഹു തആല അൻഹുവിന് ബോധം തിരിച്ചു വന്നപ്പോ വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ കാല് മുറിച്ചു മാറ്റി. തങ്ങളെ ഇന്നാ ലില്ലാഹി അൽഹംദുലില്ലാഹ്. വൈദ്യന്മാര് പറഞ്ഞു, തങ്ങളെ പൊന്നുമകന് മരണപ്പെട്ടു പോയി. തങ്ങളെ
അങ്ങയുടെ ഇളയ മകൻ മരണപ്പെട്ടു പോയി. ഇന്നാ ലില്ലാഹ് അൽഹംദുലില്ലാഹ്. എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി, എല്ലാവരും അത്ഭുതപ്പെട്ടു പോയി. ഉറുവതങ്ങളോട് ചോദിച്ചു, തങ്ങള് കാല് മുറിച്ചു മാറ്റിയെന്ന് പറഞ്ഞപ്പോ, മകൻ മരിച്ചെന്ന് പറഞ്ഞപ്പോ എന്തേ അൽഹംദുലില്ലാ പറയുന്നത്? എന്തേ അൽഹംദുലില്ലാ പറയുന്നത്? ഏ മുസ്ലിമേ, ഏ മുസ്ലിമേ, അല്ലാഹുവേ, ഉറുവതങ്ങളുടെ മറുപടി എന്തെന്നറിയോ? അല്ലാഹു രണ്ട് കാല് തന്നിട്ട് ഒരെണ്ണമല്ലേ തിരിച്ചെടുത്തുള്ളൂ, ഒരെണ്ണം അല്ലാഹു എനിക്ക് ബാക്കി വെച്ചല്ലോ. അൽഹംദുലില്ലാഹ്, അല്ലാഹു എന്റെ മക്കളിൽ ഒരാളെയല്ലേ തിരിച്ചെടുത്തുള്ളൂ, ബാക്കി മക്കളെ ജീവനോടെ തന്നല്ലോ. അൽഹംദുലില്ലാഹ്. ഇതാണ് സഹോദരാ അൽഹംദുലില്ലയുടെ മഹത്വം. ഇതാണ്. പറഞ്ഞു പഠിക്കണം സഹോദരാ, പറഞ്ഞു പഠിക്കണം സഹോദരാ. ജീവിതത്തിൽ എന്ത് പ്രയാസം വന്നാലും അല്ലാഹു നിനക്ക് ഒരുപാട് സന്തോഷം തന്നില്ലേ? ഒരുപാട് സന്തോഷം അല്ലാഹു നിനക്ക് തന്നില്ലേ? ഒരു സങ്കടം തരുമ്പോ അല്ലാഹനെ മറന്നു പോകരുത്, നീ നന്ദിയുള്ളവനാകണം. നൂഹ് നബി അലൈഹിസ്സലാമിന്റെ ഒരു ഗുണമാണ്, അവിടെന്ന് പറയും അൽഹംദുലില്ലാഹ്. അല്ലാഹു പറഞ്ഞത് നൂഹ് നബി അലൈഹിസ്സലാം കാന അബ്ദൻ ശകൂറാ, അല്ലാഹുവിനോട് നന്ദി കാണിച്ചിരുന്ന ഒരടിമയാ. പിന്നെ ഒരു പ്രവാചകന്റെ ചരിത്രം പറയുന്നു, മഹാനായ ഖലീലുല്ലാഹി ഇബ്രാഹിം നബി അലൈഹിസ്സലാം. ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ഇബ്രാഹിം നബി നന്ദിയുള്ള അടിമയാണ്. ഇബ്രാഹിം നബി നന്ദിയുള്ള അടിമയാണ്. ഇബ്രാഹിം നബിയുടെ പ്രത്യേകത എന്തെന്നറിയുമോ? ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കൂല. പടച്ച റബ്ബേ, ആരെയെങ്കിലും ഒരു പാവപ്പെട്ടവനെ കൊണ്ടുവന്ന് കൂടെ ഇരുത്തും, എന്നിട്ട് ഭക്ഷണം കഴിപ്പിക്കും. പടച്ചവനെ, മഹാനായ ഇബ്രാഹിം നബി അലൈഹിസ്സലാം തെരഞ്ഞു നടക്കുമായിരുന്നു, പാവങ്ങളെ തെരഞ്ഞു നടക്കുമായിരുന്നു. പടച്ചവനെ, ഇബ്രാഹിം നബിയുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഇബ്രാഹിം നബി ഒരിക്കൽ ഇങ്ങനെ തെരഞ്ഞു നടക്കുകയാണ്, ഭക്ഷണം എടുത്തു വെച്ചിട്ട് തിരഞ്ഞു നടന്നു. വൈകുന്നേരമായിട്ടും ആരെയും കിട്ടുന്നില്ല, ഒരാളെ പോലും കാണാതെ വന്നപ്പോ ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരയുകയാ. തന്റെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ ഒരാളെ കിട്ടാതെ വന്നപ്പോ ഇബ്രാഹിം നബി ഇരുന്ന് കരയുകയാണ്. അപ്പോഴാണ് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വരുന്നത്. ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ മുമ്പിലേക്ക് മലക്കുകൾ മനുഷ്യന്റെ രൂപത്തിൽ ഇറങ്ങി വന്നു. ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം. ഇബ്രാഹിം നബി പറഞ്ഞു, എന്റെ വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ വരണം. അവര് പറയുകയാണ്, ഞങ്ങൾക്ക് അല്ലാഹു കുഷ്ഠരോഗം തന്നിരിക്കുകയാണ്, ഞങ്ങൾ കുഷ്ഠരോഗികളാണ്, എങ്ങനെയാണ് ഞങ്ങളുടെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കുന്നത്? ഇബ്രാഹിം നബിയോട് കുഷ്ഠരോഗമാണെന്ന് പറയുമ്പോ ഇബ്രാഹിം നബി പറഞ്ഞ മറുപടി എന്തെന്നറിയോ? അൽഹംദുലില്ലാഹ്, നിങ്ങളെത്ര ഭാഗ്യവാന്മാരാ, നിങ്ങളെത്ര ഭാഗ്യവാന്മാരാ. അല്ലാഹു ഇതുപോലെ ഒരു പരീക്ഷണം നിങ്ങൾക്ക് തരണമെങ്കിൽ അല്ലാഹു നിങ്ങളെ അത്രത്തോളം ഇഷ്ടപ്പെട്ടിട്ടുണ്ടാകും. അല്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കാണ് അല്ലാഹു ഇങ്ങനെ ഒരു പരീക്ഷണം കൊടുക്കുന്നത്. ഇബ്രാഹിം നബി അവരുടെ കൈ പിടിച്ചുകൊണ്ട് കടന്നു പോവുകയാണ്. ഇബ്രാഹിം നബിയുടെ ഒരു പ്രത്യേകതയാണോ? നിങ്ങൾ ചരിത്രമെടുത്ത് നോക്ക്. ഒരിക്കൽ ഒരു അമുസ്ലിമായ മനുഷ്യന് വഴിയിൽ വെച്ച് കണ്ട ഒരാളെ പറഞ്ഞു ഭക്ഷണം തരാ എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്രാഹിം നബി വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം എടുത്തു വെച്ചു. കഴിക്കാനിരുന്നു. ഇബ്രാഹിം നബി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇബ്രാഹിം നബി വഴിയിൽ കണ്ട ഒരാളെ വിളിച്ചു കൊണ്ടുപോയി ഭക്ഷണം കഴിക്കാനിരുന്നപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറഞ്ഞു ഭക്ഷണത്തിലേക്ക് കൈവച്ചു. ഈ കൂടെ വന്നപ്പം ബിസ്മി പറയുന്നില്ല. അപ്പൊ ഇബ്രാഹിം നബി ചോദിച്ചു, നീ ബിസ്മില്ല പറയുന്നില്ലേ? ബിസ്മിയോ എന്താണ്? എനിക്കറിയില്ല. ആ മനുഷ്യൻ മുസ്ലിം ആയിരുന്നില്ല. ആ മനുഷ്യൻ മുസ്ലിം ആയിരുന്നില്ല. മുസ്ലിം അല്ല എന്ന് പറഞ്ഞപ്പോ ഇബ്രാഹിം നബിക്ക് ദേഷ്യം വന്നു. ഇതൊക്കെ പറഞ്ഞു ചങ്ങാതി ഇറക്കി വിട്ടു. ആ ഭക്ഷണത്തിന്റെ മുമ്പിൽ നിന്ന് ഇബ്രാഹിം നബി അലൈഹി സ്വലാം ഇറക്കി വിട്ടു. ആ മനുഷ്യൻ സങ്കടത്തോടു കൂടി ഇറങ്ങിപ്പോയി. കുറച്ചു കഴിഞ്ഞപ്പോ അതാ വരുന്ന മുഖറബുൽ അംലാഖു മലക്ക് ജിബ്രീൽ. ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വന്നു. നബി തങ്ങൾ അവിടെ നിന്ന് ചോദിച്ചു, ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനോട് ചോദിച്ചു, ഇബ്രാഹിമേ,
ഇബ്രാഹിമെ, ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്ത ആരാന്ന് വെച്ചു? അല്ലാ, നീയാ അല്ലാ കൊടുത്തേ. ഇത്രയും കാലം ആ മനുഷ്യന് ഭക്ഷണം കൊടുത്തതാരാ? അല്ലാ. അവൻ എന്നെ കുറിച്ച് അറിയില്ല, അവൻ എന്നെ വിശ്വസിക്കുന്നില്ല, എന്നിട്ട് ഇത്രയും കാലം ഞാൻ അവന് ഭക്ഷണം കൊടുത്തു, നിനക്ക് ഒരു നേരം കൊടുക്കാൻ പറ്റിയില്ലല്ലോ. അള്ളാഹു വഴക്കു പറഞ്ഞു. ഇബ്രാഹിം നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ടിറങ്ങി ഓടി. ഈ മനുഷ്യൻ നോക്കുമ്പോ ഇബ്രാഹിം നബി ഓടി വരുന്നുണ്ട്. ഈ ചങ്ങാതി ഓടാൻ തുടങ്ങി, അടിക്കാൻ വരാന്ന് വിചാരിച്ചിട്ട് ഇയാൾ അങ്ങോട്ട് ഓടാൻ തുടങ്ങി. ഇബ്രാഹിം നബി കൂടെ ഓടി. അവസാനം ഓടി ഓടി ഇബ്രാഹിം നബി അലൈഹിസ്സലാം ആ മനുഷ്യനെ പിടിച്ചു. എന്നിട്ട് പറഞ്ഞു, വാ, എന്റെ വീട്ടിൽ വാ, ഭക്ഷണം കഴിക്കണം. നീ അല്ലേ എന്നെ ഇപ്പൊ അവിടെ നിന്ന് ഇറക്കി വിട്ട? കളിയാക്കുന്നോ? ഇബ്രാഹിം നബിയുടെ മനുഷ്യൻ ചോദിച്ചു, നീ എന്നെ കളിയാക്കുവാണോ? ഇബ്രാഹിം നബി പറഞ്ഞു, അല്ല, എന്റെ വീട്ടിൽ വരണം. ഞാൻ വരില്ല, വരണം. ഇബ്രാഹിം നബി കരയാൻ തുടങ്ങി. ആ മനുഷ്യന്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, എന്റെ വീട്ടിൽ വരണം, ഭക്ഷണം കഴിക്കണം. അപ്പൊ ചോദിച്ചു, എന്ത് പറ്റിയെന്ന്? പെട്ടെന്നൊരു മാറ്റം വരാൻ എന്ത് പറ്റി? അപ്പോഴാണ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം പറഞ്ഞത്, എന്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു നിന്നെ ഇറക്കി വിട്ടതിന്റെ പേരിൽ. നീ വിശ്വാസിയല്ലെങ്കിലും നിനക്ക് ഇത്രയും കാലം ഭക്ഷണം തരുന്നവൻ അല്ലാഹുവല്ലേ? എനിക്കൊരു നേരം തരാൻ പറ്റിയില്ലല്ലോ, നിന്നെ വേദനിപ്പിച്ചതിന് എന്റെ റബ്ബെന്നെ വഴക്കു പറഞ്ഞു. ആ മനുഷ്യൻ ചോദിച്ചു, ഒരു അമുസ്ലിമായ എന്റെ കാര്യത്തിൽ നിങ്ങളുടെ ദൈവം ഇടപെട്ടോ? അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഷഹാദത്ത് കലിമ പറഞ്ഞു മുസ്ലിമായി. ഞാൻ പറഞ്ഞത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ ഒരു പ്രത്യേകത, ഒറ്റയ്ക്കിരുന്ന് ഭക്ഷണം കഴിക്കുക.